ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നിപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ട് നമുക്കുണ്ടാക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് കൊക്കോ ബീൻസ് ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ ഉണങ്ങി വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഗുണമുള്ള സാധനമാണ് ഈ കൊക്കോ ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതെല്ലാം ഇട്ടുണ്ടാക്കാം കേട്ടോ. ഇത് ഏകദേശം ഒന്ന് ആകാറായിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു ആകാറായിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ബാക്കി കടല ഇതിൻ്റെ അകത്തിട്ടങ്ങ് വറുത്തെടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ മെനക്കെടുവാണ്. അപ്പം ഒന്നിച്ചൊരു ഇളക്കലങ്ങ് നടക്കുമല്ലോ. അപ്പോൾ ഈ കടല ആവശ്യത്തിനുള്ളത് ഞാനൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഈ അരി എന്തിനായിട്ടാണെന്നറിയാമല്ലോ, ഇതിൻ്റെ കളറ് മാറാണ്ടിരിക്കാനാണ് കേട്ടോ. ഇത് വാങ്ങുവാണേ. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ചൂടായതുകൊണ്ട് ഇത് തണുക്കുമ്പോഴത്തേന് ഇത് ആവശ്യത്തിന് മൂക്കും കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത എല്ലാ സാധനത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. ചക്കക്കുരുവൊക്കെ എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചോ പൊടിച്ചോ എന്തെങ്കിലും എടുത്താൽ മതിയേ. ഒരു കുറച്ച് ബദാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. കൊക്കോ ബീൻ നമ്മൾ വറുത്ത അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്താൽ കേട്ടോ. ഇതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതും ഈ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള സാധനങ്ങളെ കടലയും നമ്മളിതിൻ്റെ മധുരത്തിന് നമ്മൾ ശർക്കര കേട്ടോ ചേർക്കണേ. ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മളിത് അരയ്ക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. അപ്പം എനിക്കിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ആട്ടിയ വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ ഇത് നല്ല വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ ഇതൊഴിച്ചാണ് ഈ കൊക്കോ ബീൻസും ഈ കടലയും ഈ ശർക്കരയൊക്കെ കൂടി അടിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് വരാവേ. ഇതുണ്ടോ നമ്മുടെ കൊക്കോ ബീനും പിന്നെ കടലയും ശർക്കരയും വെളിച്ചെണ്ണയും ഇത്ര ഇട്ട് അടിച്ച്. ഇതുണ്ട്, നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സ്മെല്ലാട്ടോ വരണത്. നമുക്ക് ശർക്കരയ്ക്ക് പോലും പഞ്ചസാര ഇടാം കേട്ടോ. അത് നമ്മുടെയൊക്കെ ഒരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് ഈ നട്ട്സ് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ, ചെറുതായിട്ട്. ഇതെല്ലാം കൂടെ നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ബദാം, ചക്കക്കുരു, പിന്നെ പിസ്ത, ഇതൊക്കെ നമുക്ക് ടോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുവാണ്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ നട്ട്സ് എല്ലാം കൂടെ ഈ ചോക്ലേറ്റ് മിക്സിലോട്ട് ചേർക്കുക കേട്ടോ. ബട്ടർ പേപ്പർ ഇട്ടേക്കുന്നതാണ്.
നമുക്ക് ഒരു അതിൻ്റെ മുകളിലേക്ക് നട്ട്സ് ഞുറുക്കിയത് തന്നെ അങ്ങോട്ട് ഇടാം കേട്ടോ. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റാക്കാം കേട്ടോ. ഒരു കുറച്ച് സമയം മതി, ഒരു 15 മിനിറ്റ് ഫ്രീസറിലാണേൽ, ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലാണേലും കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി കേട്ടോ. രാവിലെ ആകാനിരുന്നില്ല, അതിന് മുന്നേ സെറ്റായി. അതുകൊണ്ട് ഞാനിത് നമുക്കൊന്ന് മുറിച്ചാൽ കേട്ടോ. ഇതും കൊണ്ട് പറ്റത്തില്ല, നമുക്ക് വലിയ ഐലം എടുക്കാവേ. ഇത്രയും പൊടിഞ്ഞു പോയി കേട്ടോ, നല്ല ഹാർഡായിരുന്നേ. അപ്പോൾ ഇതാണ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി. എണ്ണയ്ക്ക് വരെ നമുക്ക് ബട്ടറോ നെയ്യോ ചേർക്കാം കേട്ടോ. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേ നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. കിടക്കാറായതുകൊണ്ട് ഒരു ചെറിയ പീസേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു. നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു മണം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഓയിലൊന്നും വേർതിരിച്ചിട്ടില്ല. നമുക്ക് കിട്ടുന്ന കൊക്കോ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓയിൽ എസൻസ് എല്ലാം വേർതിരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ശരിക്കും ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അതേപടിയാണ്. എനിക്കിവിടെ ഒരു കൊക്കോ മരം ഉള്ളത്, അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് തത്തമ്മ വരെ അത് തിന്നു കേട്ടോ. അപ്പം ഇടയ്ക്ക് കിട്ടുന്ന ഓരോന്ന് ഞാനിങ്ങനെ ഉണക്കിയെടുത്ത് വെക്കുന്നതാണ്. അപ്പം എന്ത് വേണേലും നമ്മുടെ കൈ കിട്ടുന്ന എന്ത് നട്ട്സ് വിടാം കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇട്ട ചക്കയുടെ ചക്കുരു നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.